അധർമ്മിയായ ഒരു ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി സത്യം വിളിച്ചു പറയലാണ് സുന്ദരവും മനോഹരവും ഉന്നതവുമായ ജിഹാദ് എന്ന് പഠിപ്പിക്കപ്പെട്ടതുപോലെ ആ ഒരു കർമ്മമാണ് സോളിഡാരിറ്റി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ അർത്ഥത്തിൽ തന്നെ ഇത് സ്വീകരിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പരിപാടി പ്രസക്തമാകുന്നത് അനേകം രാഷ്ട്രീയ സാമൂഹ്യ കാരണങ്ങൾ കൊണ്ടാണ്. ഇവിടെ അതെല്ലാം വിശദമായി സംസാരിച്ച് കഴിഞ്ഞതാണ്. ഈ ചൂടത്ത് മുഷിഞ്ഞിരിക്കുന്ന നിങ്ങളോട് ഇനിയും അതിലേക്ക് പോകുന്നതിൽ ഒരു ശരികേടുണ്ട് എന്നതിനാൽ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ ചെറിയ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് ഈ പരിപാടി ഇത്രമേൽ പ്രസക്തമാവുന്നു എന്ന് ചോദിച്ചാൽ, കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ ഗൗരവപ്പെട്ട ഒരു വിഷയമായി ചർച്ചയ്ക്ക് വരാത്ത ഒരു വിഷയം സോളിഡാരിറ്റി പറയുന്നു എന്നുള്ളത് കൊണ്ടാണ്. കേരളത്തിൻ്റെ മാധ്യമ മണ്ഡലങ്ങളെ നിങ്ങൾ എടുത്തു നോക്കൂ, കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ. അവർ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു വിഷയം കേരളത്തിലെ മാധ്യമങ്ങളിൽ പ്രൈം ടൈം ഡിബേറ്റായി വരുന്നുണ്ടെങ്കിൽ, കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ഏതെങ്കിലും ഒരു മുസ്ലിം വിഷയത്തിൽ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ, അത് മുസ്ലിങ്ങളെ പ്രാകൃതരാക്കാനും അപരിഷ്കൃതരാക്കാനും മുസ്ലിങ്ങളെ കൊള്ളാത്തവരാക്കാനുമുള്ള വിഷയങ്ങളിൽ മാത്രമാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ കുറച്ച് ആഴ്ചകളായി നടന്ന ഒരു വിവാദമായിരുന്നു അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട ചർച്ച. സാധാരണഗതിയിൽ സ്പെഷ്യൽ മാരേജ് ആക്ടിലേക്ക് മാറുന്ന ആളുകളുണ്ട്, അതനുസരിച്ച് കല്യാണം രജിസ്റ്റർ ചെയ്യുന്ന ആളുകളുണ്ട്. അത് പുതിയൊരു സംഭവമല്ല. പക്ഷെ എന്തുകൊണ്ടാണ് കാസർഗോട്ടുള്ള ഒരു വക്കീലിൻ്റെ വിഷയത്തിൽ ഹൈലി വിസിബിളായി കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു? കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അനന്തരാവകാശം എന്ന ഇസ്ലാമിക നിയമത്തിലെ ഒരു പ്രത്യേക സംവിധാനത്തെ, ഫറായിദ് നിയമങ്ങളെ, അതിൻ്റെ ടോട്ടാലിറ്റിയിൽ ചർച്ച ചെയ്യാമായിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെ ചർച്ച ചെയ്തില്ല. ഒരു വ്യക്തിയുടെ സമ്പത്തിനെ അയാളുടെ മരണശേഷമോ അല്ലെങ്കിൽ അയാളുടെ ജീവിച്ചിരിക്കുന്ന കാലത്തോ അത് മറ്റുള്ളവരിലേക്ക് അനന്തരമായി കൊടുക്കുന്നതിനെ അല്ലാതെ കൊടുക്കുന്നതിൻ്റെ വ്യത്യസ്തമായ സംവിധാനങ്ങളുണ്ട്. നമുക്കറിയാം, മഹറടക്കം, ഹിബയടക്കം, അതുപോലെ തന്നെ അനന്തരാവകാശത്തിലെ തന്നെ വ്യത്യസ്ത വിഭജന രീതികളടക്കമുള്ള ഒരു ടോട്ടാലിറ്റിയിൽ ചർച്ച ചെയ്യാമായിരുന്നു. ഈ അനന്തരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് തന്നെ വന്നിട്ടുള്ള സൂറത്തു നിസായിലെ തന്നെ മറ്റ് ഭാഗങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്കിതിൻ്റെ ഒരു ടോട്ടാലിറ്റിയിൽ കാര്യങ്ങൾ മനസ്സിലാകും. ഞാൻ അതിലേക്ക് പോവല്ല. പക്ഷെ എന്തുകൊണ്ടാണ് അത്തരം ടോട്ടാലിറ്റിയിലൂടെ ഈ വിഷയത്തെ കാണാൻ ശ്രമിക്കാതിരിക്കുകയും പിതാവോ മൺമക്കളോ ഇല്ലാത്ത സന്ദർഭത്തിൽ സഹോദരന്മാരിലേക്ക് സമ്പത്ത് മടങ്ങുന്ന ഒറ്റ ക്ലോസിനെ മാത്രം പിക്ക് ചെയ്തുകൊണ്ടൊരു വിഷയം ചർച്ച ചെയ്യുകയും ഈ വിഷയത്തിൻ്റെ ചരിത്രപരതയോ മറ്റ് നിയമങ്ങളോടുള്ള അതിൻ്റെ ഒരു താരതമ്യമോ നടത്താതെ ചർച്ച ചെയ്യുകയും ചെയ്തവർക്ക് എന്തുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിം സമുദായം നേരിടുന്ന അവകാശ നിഷേധം ചർച്ച ചെയ്യാൻ അവരുടെ മാധ്യമങ്ങളിൽ 1 മണിക്കൂറോ പത്രകോളങ്ങളിൽ ചില കോളങ്ങളോ മാറ്റിവെക്കാൻ സാധിക്കാതിരുന്നു എന്ന് ചോദിച്ചാൽ, കേരളത്തിൽ നടന്ന മുഴുവൻ വിവാദങ്ങളും നിങ്ങൾ എടുത്തു പരിശോധിച്ചു നോക്കൂ. മുസ്ലിങ്ങളുടെ വിഷയം ചർച്ച ചെയ്യണമെങ്കിൽ അത് മുസ്ലിങ്ങൾ അപരിഷ്കൃതരാക്കാനുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടണം എന്ന വാശിയെടുത്ത മാധ്യമങ്ങൾക്കുണ്ട്, രാഷ്ട്രീയക്കാർക്കുണ്ട്, സാംസ്കാരിക നായകർക്കുണ്ട് എന്നാണ്. ആ സന്ദർഭത്തിൽ ഭരണകൂടം വളരെ ആസൂത്രിതമായി നിർവഹിക്കുന്ന ഒരു അവകാശ നിഷേധത്തിനെതിരെ സംസാരിക്കുന്നു എന്നത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് നിർവഹിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ദൗത്യമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതാണ് ഇവിടെ സുദീർഘമായി വിശദീകരിക്കപ്പെട്ടു. എന്താണ് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്ക് പ്രത്യേകമായ സ്കോളർഷിപ്പ് കൊടുക്കുന്നതിൻ്റെ മാനദണ്ഡം? അത് ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയുടെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടക്കകാലത്ത് തന്നെ BR അംബേദ്കറെ പോലെയുള്ള ആളുകൾ പറഞ്ഞതുപോലെ സോഷ്യൽ ജസ്റ്റിസും സോഷ്യൽ ഡെമോക്രസിയും പുലരുമ്പോഴേ ഇന്ത്യയിൽ ജനാധിപത്യം പുലരുള്ളൂ. കാരണം ഇന്ത്യ അത്രമേൽ കയറ്റിറക്കങ്ങളുള്ള ഒരു സമൂഹമാണ്.
അത്രമേൽ അനീതി നിലനിന്ന ഒരു സമൂഹമാണ്, അത്രമേൽ വിവേചനങ്ങൾ നിറഞ്ഞു നിന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ട് തന്നെ ചരിത്രപരമായി പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് പ്രത്യേകമായ ഒരു സപ്പോർട്ട് ഗവൺമെന്റ് കൊടുക്കുമ്പോഴേ സോഷ്യൽ ജസ്റ്റിസ് പുലരൂ, സോഷ്യൽ ഡെമോക്രസി പുലരൂ. അതിലൂടെ മാത്രമേ ഇന്ത്യയിൽ നീതി എന്ന സങ്കല്പത്തിന് അർത്ഥം ഉണ്ടാവൂ. അതുകൊണ്ടാണ് റിസർവേഷൻ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമായിട്ട് ഏർപ്പെടുത്തിയത്. അങ്ങനെയാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ട്രൈബൽ കമ്മ്യൂണിറ്റികളെക്കാൾ പിന്നാക്കം നിൽക്കുന്നവരായി മുസ്ലിം സമുദായത്തെ കണ്ടെത്തുകയും ആ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിലെ തന്നെ പ്രയോഗം കടമെടുത്താൽ അഫർമേറ്റീവ് ആക്ഷനിലൂടെ, പ്രത്യേകമായ ആക്ഷനിലൂടെ ഈ സമുദായത്തിൻ്റെ സപ്പോർട്ടിംഗ് മെക്കാനിസം ഏർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയത്. ആ സ്കോളർഷിപ്പിൻ്റെ ഭാഗമായിരുന്നു മൗലാന ആസാദ് സ്കോളർഷിപ്പ്. അത് റദ്ദ് ചെയ്തു എന്ന റിപ്പോർട്ടാണ് സ്മൃതി ഇറാനി പാർലമെന്റിൽ പങ്കുവച്ചത്. അതിൽ നിന്ന് ഭിന്നമായി എന്ത് സമീപനമാണ് RSS സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെന്റിൽ നിന്ന് ഭിന്നമായ എന്ത് സമീപനമാണ് മുസ്ലിം സമുദായത്തിന്റെ ഉദ്ധരിക്കാനുള്ള അഫർമേറ്റീവ് ആക്ഷനോട് CPIM-നുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ വന്ന പാലോളി കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ, ന്യൂനപക്ഷം എന്ന് പോലും അതിനെ വിളിക്കാൻ കഴിയില്ലായിരുന്നു, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ടിംഗ് മെക്കാനിസമായ സ്കോളർഷിപ്പുകൾ വന്നത്. അതിന് അച്യുതാനന്ദനാണ് 80-20 ആക്കിയത്. അച്യുതാനന്ദൻ അതിന് 80-20 കേരളത്തിൽ പിന്നീട് നടന്ന വിവാദം എങ്ങനെയാണ് ന്യൂനപക്ഷ അവകാശങ്ങൾ 80% മുസ്ലിം സമുദായത്തിന് കൊടുക്കുക. പിണറായി വിജയന്റെ ഗവൺമെന്റ് ആദ്യഘട്ടത്തിൽ അധികാരത്തിൽ വന്നത് മുതലേ ഈ വിവാദമുണ്ട്. കാസയടക്കമുള്ള വംശീയ സംഘടനകൾ, RSS ചോറ്റുപട്ടാളങ്ങൾ കേരളത്തിന്റെ സൈബർ സ്പേസുകളിൽ, കേരളത്തിലെ കമ്മ്യൂണിറ്റികൾക്കിടയിൽ ഈ വിവാദം കൊഴുപ്പിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ ഒരു അക്ഷരം അതിനെതിരെ മിണ്ടിയിട്ടില്ല. എന്തുകൊണ്ട് മിണ്ടിയിട്ടില്ല? പിണറായി വിജയൻ പോകട്ടെ, KT ജലീൽ ഇതിനെതിരെ അക്ഷരം മിണ്ടിയിട്ടുണ്ടോ? ആദ്യഘട്ടങ്ങളിൽ എന്തുകൊണ്ടാണ് ജലീലിനെ പോലെയുള്ള സമുദായത്തിലേക്ക് പാലമിട്ടിരിക്കുന്ന പാലങ്ങൾക്ക് ഇതേക്കുറിച്ച് പറയാൻ കഴിയാതിരുന്നത്? മുസ്ലിം സമുദായ സംഘടനകൾക്കകത്ത് വിഭാഗീയത ഉണ്ടാക്കാൻ, മുസ്ലിം സമുദായ സംഘടനകൾക്കകത്ത് വിഭാഗീയതയുടെ എലമെന്റുകളെ ഊതി വീർപ്പിക്കാൻ CPM കൂലി കൊടുത്ത് നിർത്തിയിരിക്കുന്നവർക്ക് എന്തുകൊണ്ടാണ് സമുദായത്തിന്റെ അവകാശ നിഷേധങ്ങൾക്കെതിരെ സംസാരിക്കാനുള്ള ഊക്കും ഊർജവും ഇല്ലാതെ പോയത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് CPM-ന്റെ പോളിസിയാണ്. കേരളത്തിലെ ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്നിടത്ത് സാദിഖ് അലി തങ്ങളുടെ ഹാഗിയ സോഫിയെ കുറിച്ചുള്ള ലേഖനത്തെ ചർച്ചയാക്കിയവരാണ് കേരളത്തിലെ CPM-ന്റെ നേതാക്കന്മാർ. അവർക്കെന്തുകൊണ്ടാണ് കാസ നടത്തിയ ഒരു വംശീയ പ്രചാരണത്തെ തടയിടാൻ സാധിക്കാതിരുന്നത് എന്ന് മാത്രമല്ല, എന്നിട്ട് പിണറായി വിജയൻ ഗവൺമെന്റ് പറഞ്ഞത് എന്താ? മുസ്ലിം സമുദായത്തിന് നഷ്ടം സംഭവിക്കാത്ത രീതിയിൽ ഞങ്ങൾ ഇതിനെ 60-40 ആക്കുന്നു. സ്കോളർഷിപ്പിന് എമൗണ്ട് വർദ്ധിപ്പിച്ച് ഇത് ഞങ്ങൾ നഷ്ടം സംഭവിക്കാത്ത രീതിയിൽ അനുപാതത്തെ കൃത്യപ്പെടുത്തുന്നു. അതെന്തിനാണ് ചെയ്തത്? അന്ന് നമ്മൾ ചോദിച്ചതാണ്. അത് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് ചെയ്യുന്നതിലൂടെ പിണറായി വിജയന്റെ ഗവൺമെന്റ് ചെയ്തത് മുസ്ലിം സമുദായത്തിനെതിരെയുള്ള വംശീയ പ്രചാരണത്തിന് അതിനെ സത്യപ്പെടുത്തുകയായിരുന്നില്ലേ? പാലോളിയുടെ MA ബേബിയുടെ അഭിപ്രായങ്ങൾ ഇവിടെ ഉദ്ധരിച്ചു. ഞാൻ പറയുന്നത് ഇപ്പോൾ നടക്കുന്ന 2022-23 വർഷത്തെ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ അതിൽ വിലയിരുത്തപ്പെട്ടിട്ടുള്ള ഈ സ്കോളർഷിപ്പ് എമൗണ്ടിന്റെ പ്രൊസീജിയർ ലാഗ് ചെയ്ത് നശിപ്പിക്കുക എന്നുള്ളത് നേരത്തെ ഷിഹാബ് സാഹിബ് പറഞ്ഞതുപോലെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ വീഴ്ചയല്ല, ഗവൺമെന്റിന്റെ നയപരമായ സമീപനമാണ്. അത് പിന്നിലേക്ക് അതിന്റെ ചരിത്രത്തെ നമ്മൾ അതിനെ ഒന്ന് അളന്നു നോക്കിയാൽ അതിന്റെ നാൾ വഴികൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. 2022-23 സ്കോളർഷിപ്പിന്റെ അപേക്ഷ ക്ഷണിക്കുന്നത് 23 ഫെബ്രുവരി അവസാനം. ആദ്യം കൊടുത്തത് മാർച്ച് 5 അവസാന ഡേറ്റ്, പിന്നെ മാർച്ച് 9. അങ്ങനെ മൊത്തത്തിൽ 20 ദിവസത്തിനകം വിദ്യാർത്ഥികൾ ഈ പരീക്ഷാകാലത്തിനിടക്ക് ഇതിന്റെ അപേക്ഷ പൂരിപ്പിക്കണം. അപേക്ഷ പൂരിപ്പിച്ചിട്ട് സ്ഥാപന മേലധികാരികളുടെ അവരുടെ ഒപ്പ് അതിന് വാങ്ങണം. എന്നിട്ട് ഈ ഡിപ്പാർട്ട്മെന്റ് ഇത് മൊത്തം ഈ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് കൊണ്ടുവരണം. അതിനുള്ളത് ആകെ കുറഞ്ഞ ദിവസങ്ങൾ. എന്ന് മാത്രമല്ല, ഇടതുപക്ഷ ഗവൺമെന്റ് ഇതിന് മുമ്പ് ചെയ്തൊരു കാര്യമുണ്ട്. ആളുകൾക്ക് സ്വന്തമായിട്ട് അപേക്ഷിക്കാവുന്ന സംഗതി അവർ സ്കൂളുകൾ വഴിയാക്കി. എന്നിട്ട് ചില സ്കൂളിലൊക്കെ പോയി ചോദിച്ചാൽ പറയും, ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല.
ചില സ്കൂളുകളിൽ ഈ സ്കോളർഷിപ്പ് സംവിധാനം കിട്ടുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രൊഫഷണൽ കോഴ്സുകളിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന് എമൗണ്ട് ഉണ്ടായിരുന്നു, സ്കോളർഷിപ്പ് എമൗണ്ട്. പല പ്രൊഫഷണൽ സ്ഥാപനങ്ങളും അത് നൽകുന്നില്ല എന്ന് മാത്രമല്ല, പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല. അത് പോകുന്നത് നമ്മൾ വിചാരിക്കും സ്കോളർഷിപ്പ് ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് ധനക്കമ്മിയൊക്കെ വരുമ്പോൾ അതിലൊന്ന് ചവിട്ടിപ്പിടിക്കുകയാണ്. എല്ലായിടത്തും ഈ ചവിട്ടിപ്പിടുത്തല്ല. ഈ ചവിട്ടിപ്പിടുത്തം മുന്നാക്ക സംവരണത്തിലില്ല. ഈ ചവിട്ടിപ്പിടുത്തം സവർണ സംവരണത്തിലില്ല. സവർണ സംവരണത്തിനുള്ളത് മുസ്ലിം സമുദായത്തിന്റെ മാനദണ്ഡമല്ല. അവർക്ക് ഉയർന്ന എമൗണ്ട് വരുമാനമുണ്ടായാലും അവർക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സവർണ സംവരണത്തിന്റെ പ്രശ്നം സംവരണം എന്ന തത്വത്തെ അട്ടിമറിക്കുന്നു എന്നത് മാത്രമല്ല, സംവരണം എന്ന തത്വത്തെ അത് അട്ടിമറിക്കുന്നു. കാരണം സാമൂഹ്യ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനാണ്. അത് അട്ടിമറിച്ചു എന്ന് മാത്രമല്ല, രണ്ടിൻ്റെയും മാനദണ്ഡങ്ങൾ രണ്ടാണ്. എന്ന് മാത്രമല്ല, അവിടെ ഡിപ്പാർട്ട്മെന്റ് വളരെ സജീവമാണ്. അവിടെ ഫയലുകൾക്ക് മെട്രോന്റെ വേഗതയാണ്. ഇവിടെ നമ്മളൊരു മിനി ബസ് കയറിയ മാതിരിയാണ്. ഈ ഫയലുകളൊന്നും അനങ്ങി കിട്ടൂല. ഒരു സ്കോളർഷിപ്പിന് ഒരു അപേക്ഷ കൊടുത്താൽ പലരും അപേക്ഷ കൊടുക്കുന്നില്ല. ആദ്യമൊക്കെ നമ്മൾ പോസ്റ്റ് മെട്രിക് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഒക്കെ മഹല്ല് കമ്മിറ്റി അടക്കം പൂരിപ്പിച്ച് വിടലായിരുന്നു. കൊടുക്കണം, ഇത് നമ്മൾ നിലനിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ആ ആവേശമില്ല. കാരണം എന്താ, ഈ ഫയലുകൾ നീങ്ങി കിട്ടൂല. അപേക്ഷിക്കുന്ന പലർക്കും ഇത് കിട്ടൂല. ചെറിയ കാരണം പറഞ്ഞ് തടയും. ആ സമയത്ത് അവിടെ സവർണ സംവരണത്തിലുള്ള ആളുകളുടെ ഫയലുകൾ അങ്ങനെ ഒഴുകുകയാണ്. സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ അതിൽ ഒരു സാധാരണയിൽ കവിഞ്ഞ ഒരു വേഗത നമ്മൾ കാണുകയാണ്. ഇതെന്താണ്? അതാണ് സോളിഡാരിറ്റിയുടെ പരിപാടി ഇത്രമേൽ പ്രസക്തമാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം. ഇത് CPIM-ന്റെ പോളിസിയാണ്. മുസ്ലിം സമുദായത്തോട് CPIM സ്വീകരിക്കുന്ന പോളിസി, നയസമീപനം RSS കടം കൊടുത്തതാണെന്ന് പറയാൻ തിരിക്കാൻ നിർവാഹമില്ല. ശ്രീഎമ്മിന്റെ മധ്യസ്ഥതയിൽ RSS-ഉം CPM-ഉം ചർച്ച നടന്നല്ലോ. MV ഗോവിന്ദൻ ഇപ്പോഴത്തെ സെക്രട്ടറി അതിനെ മറച്ചു പിടിച്ചല്ലോ. എന്നിട്ട് ഇപ്പോൾ അവർക്കത് അംഗീകരിക്കേണ്ടി വന്നല്ലോ. എന്താണ് ചർച്ച ചെയ്തതെന്ന് CPM-ഉം RSS-ഉം ഇത്രയും കാലം വെളിപ്പെടുത്തിയില്ല. ഞാൻ പറയുന്നത് അഖിലേന്ത്യാ തലത്തിലെ മുസ്ലിം സംഘടനകൾ ചർച്ച നടത്തിയാൽ ആർക്കെങ്കിലും അത് നഷ്ടം വരാനൊന്നും പോകുന്നില്ല. കാരണം ആരുടെയും ബജറ്റിനൊന്നും കായ് പോകില്ല എന്ന് മാത്രമേ അത് അവർ വെളിപ്പെടുത്തിയതാണ്. അതിന്റെ റിപ്പോർട്ടുകൾ വന്നതാണ്. പക്ഷെ ഇവരെന്തുകൊണ്ടൊരു ഭരിക്കുന്ന ഒരു റൂളിംഗ് പാർട്ടി എന്താണ് ചർച്ച ചെയ്തത്? എന്തുകൊണ്ടത് മറച്ചു പിടിച്ചു? അവർ സംസ്ഥാനത്തിന്റെ പോലീസ് സംവിധാനത്ത് RSS-ന് വാടക കൊടുക്കാൻ ആ ചർച്ചയിൽ തീരുമാനമായോ? അവർ വെളിപ്പെടുത്തേണ്ടതാണ്. കാരണം പോലീസിന്റെ സമീപനം എങ്ങനെയാണ്? അവർ ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ സ്മൃതി ഇറാനി പാർലമെന്റിൽ പറഞ്ഞു, ഞങ്ങളത് നിർത്തിവച്ചിരിക്കുന്നു. അതേ സമീപനം കടം കൊള്ളാൻ RSS-ന്റെ ചീട്ട് വാങ്ങിയതാണോ CPIM എന്ന് വെളിപ്പെടുത്താനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും വർഷം ഇത് മൂടിവെച്ചതെന്ന് പറയാനുള്ള ധാർമ്മികവും രാഷ്ട്രീയപരവുമായ ബാധ്യത നിങ്ങൾക്കുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ CPM എടുക്കുന്ന ഒരു നിലപാട് നമ്മൾ കാണാതെ പോകരുത്. CPM-ന്റെ നിലപാട് മുസ്ലിം സമുദായം നീതിപൂർവകമായി ചോദിച്ച ഒരു ചോദ്യത്തോടും CPM നീതിപൂർവകമായി നിലപാട് സ്വീകരിച്ചിട്ടില്ല. ആദ്യത്തെ പിണറായി വിജയൻ ഗവൺമെന്റും രണ്ടാമത്തെ ഗവൺമെന്റിന്റെയും എല്ലാ ആക്ഷൻസും നിങ്ങൾ എടുത്ത് പരിശോധിക്കൂ. ഒരൊറ്റ സമീപനത്തോട് പോലും മുസ്ലിം സമുദായത്തോട് അനുഭാവപൂർണമായ നിലപാടെടുത്തിട്ടില്ല പിണറായിയുടെ പ്രഭാഷണങ്ങളിലല്ലാതെ. എന്ന് മാത്രമല്ല, മുസ്ലിം സമുദായത്തോട് നീതിപൂർവകമായി ഒന്നും കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല, മുസ്ലിം സമുദായത്തിലെ വിഭാഗീയതയെ അല്ലെങ്കിൽ വിഭാഗീയതക്കുള്ള എലമെന്റുകളെ കണ്ടെത്തി അതിനെ ഊതിവീർപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയമായ വോട്ട് ബാങ്കിനെ തങ്ങളുടെ കൂടെ നിർത്താനുള്ള ശ്രമവും CPIM നടത്തുന്നു. ഇതിൽ രണ്ട് സംഗതികൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ഇസ്ലാമോഫോബിയ ഊതിവീർപ്പിക്കപ്പെടുന്നു. രണ്ട്, വംശഹത്യയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു സമുദായത്തിനകത്ത് വിഭാഗീയതയെ മനഃപൂർവ്വം വളർത്തിയെടുക്കാൻ CPIM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇവിടെ നമ്മൾ കാണാതെ പോകരുത്. ഇപ്പോൾ ഒരു പത്രത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. ആ പത്രം എല്ലാ ദിവസവും ഇങ്ങനെ നമ്മുടെ വായിൽ ഇങ്ങനെ കോലിട്ടിളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ വിമർശിക്കൊണ്ട് ഞങ്ങളൊന്ന് മെയിൻ ചെയ്യൂ, ഞങ്ങളൊന്ന് വിമർശിക്കൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്പോൺസേഴ്സിനൊന്ന് വിമർശിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പത്രത്തോട് ഞാൻ സ്നേഹപൂർവ്വം പറയട്ടെ, നിങ്ങൾ 1000 നുണ എഴുതിയാലും ഞങ്ങൾ നിങ്ങളെ പരിഗണിക്കില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ പരിഗണിക്കുന്നത് ഈ നാട്ടക്കുറ്റികളായി നിർത്തിയ നിങ്ങളെയല്ല, നിങ്ങളുടെ യജമാനന്മാരോടാണ് ഞങ്ങളുടെ സംവാദം. അതാണ് ഈ പരിപാടി.
ഞങ്ങൾക്കിങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി നമ്മൾ പാടത്തൊക്കെ ചില കുറ്റികൾ വെക്കും. നിങ്ങൾ അതിനെന്താ പറയാൻ എനിക്കറിയില്ല. ചില ചട്ടിയൊക്കെ തലയിൽ വെച്ചിട്ട് ഈ കിളികൾ ഇങ്ങോട്ട് വരാതിരിക്കാൻ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടി ചില നാട്ടക്കുറ്റികൾ വെക്കും. അങ്ങനെ വെച്ചിട്ടുള്ള ചില ലേഖകന്മാരോടും ലേഖനങ്ങളോടും തൽക്കാലം മറുപടി പറയുന്നില്ല. അവർക്ക് ചെല്ലും ചെലവും കൊടുക്കുന്ന, അവർ തലോടൽ ആഗ്രഹിക്കുന്ന അവരുടെ യജമാനന്മാരോട് നേർക്കുനേർ സംവദിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ സമീപനം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എത്ര കാലമായി ഇങ്ങനെ ശ്രദ്ധ തിരിക്കാൻ വെക്കുന്ന പാവകളോട് സംവദിക്കാനില്ല എന്ന് മാത്രമല്ല, CPM-ന്റെ ഈ സമീപനത്തെ എക്സ്പോസ് ചെയ്തുകൊണ്ടേയിരിക്കും. CPM-ന്റെ ആക്രമണത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന ഞാൻ വിചാരിക്കുന്നു അത് സോളിഡാരിറ്റിയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ആയിരിക്കും. പക്ഷേ ഈ എക്സ്പോസ് ചെയ്യുന്ന പണിയിൽ നിന്ന് ഒരിഞ്ചും നമ്മൾ പിന്നോട്ട് പോകുന്നില്ല എന്ന് മാത്രമല്ല, ഇതിനെ നിരന്തരം വിമർശിച്ചു കൊണ്ടിരിക്കും. കാരണം CPM ചെയ്യുന്നത് ചരിത്രപരമായ വഞ്ചനയാണ്. ഞാൻ പ്രതിനിധീകരിക്കുന്ന സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ SIO പല കേസുകൾ ഈ കഴിഞ്ഞ 2 ടേമിൽ പിണറായി വിജയന്റെ പോലീസിന്റെ മുന്നിൽ കൊടുത്തതാണ്. അതിൽ KR ഇന്ദിരയുടെ ഇസ്ലാമോഫോബിക് പരാമർശങ്ങൾക്കെതിരായ കേസുകളുണ്ട്. തിരുവനന്തപുരത്ത് നടത്തിയ ഒരു ഹിന്ദു മഹാസമ്മേളനം എന്ന പേരിലുള്ള ഒരു സമ്മേളനത്തിനെതിരായ കേസുണ്ട്. എന്താ ഈ ഹിന്ദു മഹാസമ്മേളനം എന്നുള്ള പരിപാടി? മുസ്ലിം സമുദായത്തെ ഇങ്ങനെ നിർത്തിയിട്ട് വംശീയമായി കാർക്കിച്ചു തുപ്പുന്ന ഒരു പരിപാടിയാണ്. അതിനെതിരെ കേസ് കൊടുത്തിട്ട് ഒരാക്ഷൻ എടുക്കാൻ പിണറായി വിജയന്റെ പോലീസ് സന്നദ്ധമായിട്ടില്ല. എന്തിനാണ് ആ മുസ്ലിം സമുദായത്തിനെതിരെയുള്ള വംശീയ പ്രചാരണങ്ങൾക്കെതിരെ കേസെടുക്കാൻ പിണറായി വിജയൻ അറച്ചു നിൽക്കുന്നത് എന്ന ചോദ്യത്തെ നിരന്തരം ഉന്നയിച്ചു കൊണ്ടിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇന്ന് മുസ്ലിം സമുദായത്തിൻ്റെ ബൗദ്ധികമായ കപ്പാസിറ്റി വലിയ അളവിലുള്ളതാണ്. നമുക്കുള്ള കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ പല കപ്പാസിറ്റികളാണ്. അതിൽ നമ്മുടെ ഇന്റലക്ച്വൽ ഇൻവെസ്റ്റ്മെന്റുകൾ വലുതാണ്. കാരണം നമ്മുടെ വിദ്യാർത്ഥി സമൂഹം പഠിക്കുന്നത് 2ാം മണ്ഡലാനന്തരം ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലുണ്ട്. ഓക്സ്ഫോർഡ് പോലെയുള്ള അല്ലെങ്കിൽ അമേരിക്കയിലെയും യൂറോപ്പിലെയും വലിയ വലിയ യൂണിവേഴ്സിറ്റികളുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ മുസ്ലിം സമുദായത്തിലെ വിദ്യാർത്ഥികൾ ഗോവിന്ദ മാഷിന്റെ ട്യൂഷൻ ക്ലാസ് പോയിരിക്കുന്നവരല്ല എന്ന് സാരം. ആ സമുദായത്തിൻ്റെ അവരുടെ വിദ്യാഭ്യാസപരമായ പുരോഗതിയെ തടയിടുന്ന സമീപനം RSS സ്വീകരിക്കുമ്പോൾ അതിനെ ഇത്തിബാഴ് ചെയ്യുന്ന സമീപനം CPIമാർക്ക് വേണ്ടിയിട്ടാണ് സ്വീകരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത്രയും നീതി നിഷേധം നടക്കുമ്പോൾ ഒരു ജാഥ കാസർഗോഡ് നിന്ന് തുടങ്ങി ഇപ്പോൾ ഇവിടെ എത്തിയെന്ന് നമുക്കറിയില്ല. ആ ജാഥയിൽ നടക്കുന്നത് എന്താണ്? പ്രതിരോധ ജാഥ. ആരെ പ്രതിരോധിക്കാനുള്ള ജാഥ? വംശഹത്യ മുനമ്പിൽ നിൽക്കുന്ന ഒരു സമുദായത്തിനകത്തെ സംഘടനകളെ നോക്കി വംശീയമായി കാർക്കിച്ചു തുപ്പുകിയിട്ട് അതിനെ പ്രതിരോധ ജാഥ എന്ന് വിളിക്കുമ്പോൾ CPM ഒരു കാര്യം മനസ്സിലാക്കണം. MV ഗോവിന്ദന്റെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്നും ലോകം ഒരുപാട് ഉരുണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ CPM തയ്യാറാകേണ്ടതാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? RSS ഇന്ത്യ ഒരു വൺ നേഷൻ തിയറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ അതിനെതിരെ സംസാരിക്കാൻ, കേരളത്തിലോ MV ഗോവിന്ദന്റെ 18ാം നൂറ്റാണ്ടിലെ ഉണങ്ങിയ പദാവലികളുള്ള ട്യൂഷൻ ക്ലാസ്സിനപ്പുറം ഒരടി മുന്നോട്ട് പോകാൻ കേരളത്തിലെ CPIM-ന് സാധിക്കുന്നില്ല എന്നത് CPM-ന് ചരിത്രപരമായി ഒന്നും നിർവഹിക്കാനില്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ് വസ്തുത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്ത്യയുടെ ഫെഡറലിസം തകർക്കാൻ, വൺ നേഷനിലേക്ക് പോകാൻ, അതിന് കാവിയുടെ നിറം പൂശുകയാണ്. അവിടെ പിണറായി വിജയന് ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല. ആകെ മിണ്ടാൻ കഴിയുന്നത് ഗോവിന്ദ മാഷാണ് ഈ പറയുന്നത് പാർട്ടിക്കാർക്ക് തന്നെ മനസ്സിലാകുന്നില്ല എന്ന് പരാതിയുമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ സമരത്തെ, പ്രക്ഷോഭത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് രാഷ്ട്രീയപരമായ പദ്ധതിയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ കഴിഞ്ഞ മാർച്ച് 15-ന് ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമായിരുന്നു. എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. അതായത് കാസർകോട്ടെ ഒരു വക്കീലിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു നടപടി വലിയ വാർത്തയാണ്. ഐക്യരാഷ്ട്രസഭ ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനം പ്രഖ്യാപിച്ചത് കേരളത്തിൽ വലിയ വാർത്തയല്ല, കേരളത്തിൽ ചർച്ചയല്ല. ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, ഇസ്ലാമോഫോബിയ എന്ന വാക്ക് പ്രയോഗിച്ചപ്പോൾ, SIOക്കാർ പ്രയോഗിച്ചപ്പോൾ, സോളിഡാരിറ്റിക്കാർ പ്രയോഗിച്ചപ്പോൾ അന്നിവിടെ പറഞ്ഞിരുന്നത് ഇസ്ലാമോഫോബിയ എന്ന വാക്ക് ഇസ്ലാമിസ്റ്റുകളുടെ തട്ടിക്കൂട്ട് വാക്കാണ് എന്നായിരുന്നു. നേരെ നാം ഇസ്ലാമോഫോബിയ എന്ന് രാജ്യത്തെ വംശീയവാദികളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ ഈ രാജ്യത്തിന്റെ തലസ്ഥാനത്തും ഈ രാജ്യത്തിന്റെ നഗരങ്ങളിലും സമരയന്ത്രങ്ങളിലും വിളിച്ചു പറഞ്ഞപ്പോൾ JNUവിൽ SFI പറഞ്ഞത് ഇത് ഒരു ജാർഗൺ അനാവശ്യമായി പ്രയോഗിക്കുകയാണ് എന്നായിരുന്നു.
ഐക്യരാഷ്ട്രസഭയിൽ ഇസ്ലാമോഫോബിയക്കെതിരെ ബില്ല് വന്നപ്പോൾ അല്ലെങ്കിൽ പ്രപ്പോസൽ വന്നപ്പോൾ അതിനെ ഹിന്ദുത്വവാദികളുടെ പ്രതിനിധികൾ അതിനെതിർത്തുകൊണ്ട് പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് ഇവിടെ ഒരു പ്രശ്നമില്ല, എല്ലാവർക്കും കൂടി ഒരു പ്രശ്നമേ ഇവിടെയുള്ളൂ എന്ന് പറഞ്ഞ ഹിന്ദുത്വവാദികളിൽ നിന്ന് ഭിന്നമായ എന്ത് സമീപനമാണ് CPIM-നും അതുപോലെ തന്നെ ഇടത് ലിബറലുകൾക്കും ഉള്ളതെന്ന് മറുപടി പറയാനുള്ള ബാധ്യത ഇവർക്കുണ്ട്. മുസ്ലിം സമുദായത്തെ വംശീയമായി ആക്രമിച്ചത് ഇസ്ലാമോഫോബിയയാണെന്ന് സമ്മതിക്കാനുള്ള ഈ സൈദ്ധാന്തിക ഭാരം പേറുന്നവർക്ക് അതിനുള്ള മിനിമം മനസാക്ഷി ഉണ്ടോ എന്ന് ഈ അവസ്ഥയിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. മുസ്ലിം രാഷ്ട്രീയ കർത്തൃത്വത്തെ നിഷേധിക്കുന്നത് ഇസ്ലാമോഫോബിയയാണ് എന്ന് സമ്മതിക്കാനുള്ള മിനിമം ധാർമ്മികത നിങ്ങൾക്കുണ്ടോ എന്ന് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. മുസ്ലിം വിദ്യാർത്ഥിനികൾ ക്യാമ്പസുകളിലേക്ക് പർദ്ദയിട്ട് വരുമ്പോൾ ആ പർദ്ദയിട്ട് വരുന്നതിനെ വംശീയമായി അധിക്ഷേപിച്ച ഇന്നലകളുടെ നിങ്ങളുടെ ചെയ്തികൾ ഇസ്ലാമോഫോബിയാണ് എന്ന് അംഗീകരിക്കാനുള്ള മിനിമം ധാർമ്മികത നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതല്ല, ഹിന്ദുത്വവാദികൾക്ക് ഇസ്ലാമോഫോബിയ എന്ന വാക്കിനോടുള്ള അതേ സമീപനത്തെ സിദ്ധാന്ത ഭാഷയുടെ കാപട്യത്തിൽ പൊതിഞ്ഞു കിടത്താനാണോ CPIM ശ്രമിക്കുന്നത് എന്നും ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതല്ല, നിങ്ങൾക്ക് ഇസ്ലാമോഫോബിയ എന്നത് ഇപ്പോഴും ഇസ്ലാമിസ്റ്റുകളുടെ ഒരു തട്ടിക്കൂട്ട് ജാർഗണായി അതിനപ്പുറത്തേക്ക് കാണാൻ UN സാധിച്ചിട്ടും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലേ എന്നതിനും CPIM മറുപടി പറയേണ്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് CPM-ന് നയപരമായ ഒരു മാറ്റം, നയപരമായി ഹിന്ദുത്വയോടെടുക്കുന്ന ഒരു മാറ്റം, നയപരമായി ഇസ്ലാമോഫോബിയയുടെ ഒരു മാറ്റം, നയപരമായി മുസ്ലിം സമുദായത്തിൻ്റെ സാമാന്യമായ അവകാശങ്ങളെപ്പോലും റദ്ദ് ചെയ്യുന്ന ഒരു മാറ്റം, അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിനെതിരെ നടക്കുന്ന വംശീയ പ്രചാരണങ്ങളെ അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന, അതിനെതിരെ ലീഗൽ പൊളിറ്റിക്കൽ ആക്ഷൻസ് എടുക്കാത്ത CPM-ന്റെ ഈ സമീപനത്തെ തുറന്നെതിർത്ത് കേരളത്തിൻ്റെ തെരുവീതികളിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ യുവജനങ്ങളും വിദ്യാർത്ഥികളും നിരന്തരമായ പോരാട്ടങ്ങളിൽ സജീവമായി ഉണ്ടാകും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ നിങ്ങളുടെ നുണകളുടെ അർദ്ധസത്യങ്ങളുടെ പ്രവാഹങ്ങൾക്ക് ഞങ്ങളെ തടുക്കാൻ ശേഷി ഉണ്ടായിരിക്കുകയില്ല എന്ന് CPM മനസ്സിലാക്കേണ്ടതാണ് എന്നും കൂടി പറഞ്ഞുകൊണ്ട് സോളിഡാരിറ്റി സംഘടിപ്പിച്ച ഈ ഉജ്ജ്വലമായ പരിപാടിക്ക് ഒരിക്കൽ കൂടി ഐക്യദാർഢ്യം പറയുന്നു. എല്ലാ SSLC വിദ്യാർത്ഥികളും പരീക്ഷ പഠിച്ച് വിജയിക്കട്ടെ, MV ഗോവിന്ദന്റെയും പിണറായി വിജയന്റെയും പേടിയും മാറട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. അല്ലാഹുവിന്റെ സ്തുതി. വാഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.